അവരിങ്ങനെ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ചു. ഇത് പറയുമ്പോൾ പറയും, ഞങ്ങൾ ഖബറിങ്ങ പോയിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ തന്നെയാണ്, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കലേ ഇല്ല, ഞങ്ങൾ അല്ലാഹുവിനോടേ പ്രാർത്ഥിക്കാറുള്ളൂ, ഖബറിൽ കിടക്കുന്നവരോട് ഞങ്ങളൊന്നും ചോദിക്കാറില്ല എന്ന് പറഞ്ഞു പറ്റിക്കുന്നവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഖബറിങ്ങിലേക്ക് സിയാറത്തൊന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട ജനങ്ങളെ ബസ് കയറ്റി കൊണ്ടുപോയിട്ട് ആ ജാറത്തിൻ്റെ ഖബറിൻ്റെ സമീപത്ത് വെച്ചിട്ട് ആ മുസ്ലിയാർ കൂട്ടപ്രാർത്ഥന നടത്തുന്നത് ആരോടാണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേട്ടില്ലേ? ഇപ്പം കേട്ടില്ലേ നിങ്ങൾ? ഈ പറഞ്ഞത് മുഴുവനും നിങ്ങൾ വിചാരിച്ചോ അള്ളാഹിനോടാണ്? ഉപ്പാപ്പാൻ അള്ളാഹിനെ വിളിക്കലുണ്ടോ? ഇതൊക്കെ പറയണ ഉപ്പാപ്പാൻ തുടങ്ങിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇത് നിങ്ങൾ കേട്ടുപോയാൽ കിളുത്തനിൽ ഒരൊറ്റെണ്ണം ഇവരുടെ പിന്നാലുണ്ടാവില്ല എന്ന് ഇവിടുത്തെ കാലിക്കും നായിബ് കാലിക്കും അതുപോലെ തന്നെ സഖാഫിക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് വരരുത് നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്ക്. ഖബറിങ്ങ പോയിട്ട് ഈ രൂപത്തിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, പാപ്പാ പാപ്പാ എന്ന് പറഞ്ഞ് തേടുക. നിങ്ങളല്ലാതെ ഞാൻ കാര്യമില്ല, ഇനിയും ഇവിടെ വരാൻ, ഒരുപാട് കാലം വരാൻ തൗഫീഖ് തരണേ പാപ്പാ, എല്ലാം തരണേ പാപ്പാ. ജാറത്തിൻ്റെ അടുക്ക ഖബറിൻ്റെ സമീപത്ത് പോയിട്ട് ചെയ്യുന്ന പണിയാണ്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ ഇന്ന് നിസ്കരിച്ചപ്പോഴും ഇനി നാളെ നിസ്കരിക്കുമ്പോഴും ഇൻഷാ അല്ലാഹുവേ ഇങ്ങനെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ഈ തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്ന കമ്പനിയുടെ വഴിയിൽ ചേർക്കല്ലേ. അത് നസറാനിയുടെ വഴിയാണ്, അത് യഹൂദിയുടെ സംസ്കാരമാണ്. മുത്ത് മുസ്തഫ അത് പഠിപ്പിച്ചിട്ടില്ല. ഈ രൂപത്തിലുള്ള പ്രവൃത്തി ഖബറിൻ്റെ സമീപത്ത് പോയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന ഈ ഒരവസ്ഥ, ഇതൊരു സാമ്പിളിന് മാത്രം കൽപ്പിച്ചതാണ്. ഞങ്ങൾ